യമന്റെ പ്രധാനമന്ത്രിയെയും ഉന്നതരെയും കൊലപ്പെടുത്തിയതിന് കഠിനവും ഭീകരവുമായിരിക്കുന്ന ശിക്ഷ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്ന് യമൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് യമന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമടക്കം ഉന്നതർ താമസിച്ചിരുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി ഒരു കൂട്ടക്കൊല തന്നെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 20ഓളം ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏകദേശ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഈ മേഖലയിൽ ഇവർ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോർന്നു പോയിരിക്കുന്നു. ഇസ്രായേൽ ചാരന്മാർ സംഘം ചേർന്നുകൊണ്ട് യമന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പരമാവധി ആളുകളൊക്കെ പിടിക്കാൻ വേണ്ടി യമന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ ചോർച്ച പൂർത്തീകരിച്ചു. അങ്ങനെ അത് ഒറ്റുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘം ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഇവർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി ഇതിന്റെ കൂടെ നടക്കുകയാണ്. തൊട്ട് മുൻപ് കൊട്ടാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണം തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ യമൻ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നത് എന്നതിനാൽ ഇത് കഠിനമായിരിക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ്. ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ അകത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് സഹായം തേടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് UAE കൈവശത്തിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ പ്രതിരോധ സിസ്റ്റമായിരിക്കുന്ന താഡ് ഇസ്രായേലിലേക്ക് മാറ്റി. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒരു പക്ഷേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടിയത് അവർ യമനെ ആക്രമിക്കും, യമന്റെ തിരിച്ചടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ അത് കണക്ക് കൂട്ടിയത്. അതാണ് കൃത്യം എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്ന കാര്യം, ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാൻ ഈ കാര്യത്തിൽ ആയുധപരമായിട്ടോ സായുധപരമായിട്ടോ ഒക്കെ വലിയ സഹായങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ റൂട്ടുകളൊക്കെ കരുതണം എന്നുള്ളതും ശ്രദ്ധിക്കണം എന്നുള്ളതും ഇസ്രായേൽ മുൻകൂട്ടിയായിട്ട് വിവരം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 13 ഇറാന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് കൂട്ടത്തോടു കൂടി വിമാനങ്ങൾ വന്നുകൊണ്ട് അവിടുത്തെ വളരെ പ്രധാനമായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞന്മാരും അടക്കം ഉന്നതരെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ അവർ ചെയ്തത്. അതിൽ അവർക്ക് വിജയിക്കാനും സാധിച്ചു. പിന്നീടാണ് തിരിച്ചടി ഉണ്ടായത്. ആ തിരിച്ചടി കഠിനവും ഭീകരവുമായിരുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിന് നേരെ കൃത്യവും ലക്ഷ്യവും വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടുകൂടി അവർ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമാനമായ രീതി തന്നെയാണ് യമന്റെ ഭാഗത്ത് ഉണ്ടാകുക. യമൻ ഒറ്റക്കായിരിക്കില്ല, അതിന് വലിയ രീതിയിലുള്ള സഹായം ഇറാൻ ചെയ്തു നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അതിനോടനുബന്ധിച്ചുള്ള റൂട്ട് മാപ്പ് ചില മീഡിയകളിലൊക്കെ റൂട്ട് മാപ്പ് വരെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ഇറാനിൽ നിന്ന് കപ്പൽ വഴി, അതായത് കടൽ വഴി ആയുധങ്ങൾ യമനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ തുറമുഖത്തിന്റെ പേര് പറയുന്നത് ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ നിന്നാണ് ഇത് പുറപ്പെടാൻ സാധ്യതകൾ പറയുന്നത്. അത് ഇറാന്റെ കൈവശമുള്ള തുറമുഖമാണ്. അതിൽ നിന്ന് ഹോർമുസ് കടൽ വഴി ഗൾഫ് ഓഫ് ഒമാനിലൂടെ അറേബ്യൻ സീ കടന്നുകൊണ്ട് ഗൾഫ് ഓഫ് ഏദനിൽ എത്തിച്ചേരും. ഏദൻ കഴിഞ്ഞാൽ പിന്നെ യമനിലായി. ഇതാണ് അതിന്റെ റൂട്ട് മാപ്പ്. അത് ബന്ദർ അബ്ബാസ് തുറമുഖം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഇറാന്റെ കൈവശത്തിലുള്ളതാണ്. ബാക്കി പറയപ്പെട്ട കടൽ പരപ്പുകളെല്ലാം അന്താരാഷ്ട്ര പാതയുണ്ട് എന്നതിനാൽ മറ്റൊരു രാജ്യത്തിന് അതിൽ ഇടപെടാനോ അതല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ അധികാരമില്ലാത്തതിനാൽ ആ റൂട്ടിലൂടെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലക്ഷ്യമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്രമണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ എന്നതിനാൽ എല്ലാ എയർപോർട്ടുകൾക്കും സീപോർട്ടുകൾക്കും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. ബംഗൂരിയൻ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിനകത്തു നിന്ന് ആളുകളൊക്കെ പുറത്തു പോകുന്നതിൻ്റെ ചില വീഡിയോ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിലും എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിലും ആക്രമണ സാധ്യതയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന 5 തുറമുഖങ്ങൾ, ഏറ്റവും പ്രധാനമായിരിക്കുന്ന 5 എയർപോർട്ടുകൾ, ഇവയാണ് വലിയ നിരീക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് തുറമുഖത്തിന്റെ പേര് അതിൽ വന്നിട്ടുണ്ട്. ഹൈഫ, അഷ്തോദ്, എയ്ലത്ത്, ഹദേര, തെലവീവ് തുറമുഖം. 5 തുറമുഖങ്ങൾ. എയർപോർട്ട് ആണെങ്കിൽ ബംഗൂരിയ എയർപോർട്ട് അന്താരാഷ്ട്ര ടെർമിനലായിരിക്കുന്ന ഏറ്റവും വലിയ എയർപോർട്ടാണ് ബംഗൂരിയ എയർപോർട്ട്. ആ എയർപോർട്ട്, പിന്നെ റാമോൺ എയർപോർട്ട്, ഹൈഫ, സ്തേഡേവ്, ഓഫ് ദ നെഗവ്, ഈ 5 എയർപോർട്ടുകൾ, 5 സീപോർട്ടും ഇതിനെ കേന്ദ്രീകരിച്ച് എന്തായാലും അക്രമം ഉണ്ടാവുന്നുള്ളതാണ്. ജനങ്ങൾക്ക് വലിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ സൈറൺ മുഴങ്ങി കഴിഞ്ഞാൽ സുരക്ഷാ മേഖലയിലേക്ക് ഉടൻ എത്തണം. സൈറൺ മുഴങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം.
അപ്പോൾ നമ്മുടെ അവനവൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന തരത്തിലാണ് ഈ നിർദ്ദേശ കാര്യങ്ങളൊക്കെ വന്നത്. മുഹമ്മദ് അൽ റഹാവി, അദ്ദേഹമാണ് പ്രധാനമന്ത്രി, അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് അൽ അത്തീഫ് പ്രതിരോധ മന്ത്രി, മുഹമ്മദ് അൽ കരീം യമരി അൽ ഗമരി ചീഫ് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ ചീഫാണ്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന കുറച്ച് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണം നടത്തിയിട്ടുണ്ട്, തങ്ങളുടെ ഉന്നതരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യമനിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. അത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടു കൂടി അത് തന്നെയാണ് ഇന്ന് റിപ്പോർട്ടായിട്ട് വന്നത്. ഇനി ഈ ഇസ്രായേലിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. തലങ്ങും വിലങ്ങും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഷിയ വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ അവിടുത്തെ ഇറാന്റെ സംഘടന ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു. നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ ഗൾഫ് മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജനാവലി ഉള്ളതാണ് ഷിയ വിഭാഗം. അവർ ലോകാടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ സാധ്യതയുള്ള വിഭാഗമാണ്. സുന്നികളെ പോലെയല്ല. അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യം, ഒരു രാജ്യമുണ്ട്, അത് ഇറാനാണ്. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനൈ പറയുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള ഷിയാക്കൾ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാലും അവരെ ഒരു ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു ലോക നേതാവ് ഇല്ല. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രവുമില്ല. സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യ ഇപ്പോൾ സുന്നി രാഷ്ട്രമായിട്ടൊന്നും കാണുന്നില്ല. അത് മുജാഹിദിന്റെ ആ രീതിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല അവിടുത്തെ പ്രധാനമായിരിക്കുന്ന ഒരാൾ മൊത്തത്തിൽ സുന്നി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുന്നികളുമായിട്ട് ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു നേതാവില്ല, അങ്ങനെ ഒരു അംഗീകാരമില്ല. അതാണ് അതിൻ്റെ രീതികൾ. അപ്പോൾ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മാത്രമല്ല ഷിയ വിഭാഗക്ക് ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. സ്ത്രീകളാണെങ്കിൽ പർഗയും ബുർദയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതേ ഒരേ കളറിൽ ഇട്ട് വെളുത്ത വസ്ത്രത്തിൽ പുള്ളിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ ഷിയ വിഭാഗത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. സുന്നികൾക്ക് അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഡ്രസ്സ് കോഡ് ലോകാടിസ്ഥാനത്ത് എവിടെയില്ല. ഓരോരോ രാജ്യത്തുള്ള സംസ്കാരത്തിനനുസരിച്ച് കൊണ്ട് അവർ ധരിക്കുമെന്നല്ലാതെ എല്ലാ വസ്ത്രങ്ങളും ധരിക്കുന്ന വിഭാഗമാണ് സുന്നികൾ. ഷിയാക്കൾ അങ്ങനെയല്ല. അവരുടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കൃത്യമായിരിക്കുന്ന വസ്ത്രധാരണയുണ്ട്. എല്ലാ ലോകത്തും അവർ അങ്ങനെ തന്നെ ധരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഒരു നിയന്ത്രണ രീതി കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഷിയ വിഭാഗത്തിന് ഉണ്ട് എന്നതിനാൽ ഇപ്പോൾ ഒരു ഏകോപന രൂപീകരണങ്ങൾ ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യമന് നേരെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം തീർച്ചയായിട്ടും കനത്ത പ്രഹരം യമനും ഇറാനും ഉണ്ടാക്കിയിരിക്കുന്നു, ഷിയ വിഭാഗത്തിന് പ്രത്യേകിച്ചും. അതുകൊണ്ട് മരണപ്പെട്ട ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അഹമ്മദ് അൽ റാഫി എന്ന് പറയുന്ന ആൾ ഷിയ വിഭാഗത്തിൻ്റെ തലമുതിർന്ന നേതാവാണ്. ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഒരു കാലത്ത് നൽകിയിരുന്നു. പിന്നീട് രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. ഈ സൈന്യ സംവിധാനത്തൊക്കെ നിരീക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രാഗൽഭ്യമുണ്ട്, വലിയ കഴിവുള്ള ആളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്ന സമയത്ത് ആ രാജ്യത്തിലെ പൗരന്മാർക്കുണ്ടാകുന്ന പ്രയാസവും വിഷമവും നിസ്സാരമൊന്നും ആയിരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതിന് ചാരന്മാരുടെ സഹായം തീർച്ചയായിട്ടും നേടിയിട്ടുണ്ട് ഇസ്രായേൽ. അങ്ങനെയാണ് അവർ ആ പ്രവർത്തികൾ ചെയ്യാറുള്ളത്. ഇറാൻ ആക്രമിച്ചു, അങ്ങനെ തന്നെയാണ് ലെബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിച്ചതും സമാനമായ രീതിയിലാണ്. അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് പ്രയോഗിച്ചത്, ഇവിടെ മിസൈലാണ് പ്രയോഗിച്ചത് എന്നൊരു വ്യത്യാസം ഒഴിച്ചാൽ പ്രവൃത്തികൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് നടത്തിയത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പം നടന്നിരിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഠിനവും ഭീകരവും ശക്തവുമായിരിക്കുന്ന തിരിച്ചടി വല്ലാതെ വൈകാതെ ഇസ്രായേൽ പ്രതീക്ഷിക്കാം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.